ഇതുണ്ടോ എന്നാ തിരക്കാന്ന് നോക്കിയേ റോഡിൽ. പക്ഷെ നമുക്ക് ഊബർ ആകെ തരുന്നത് $9. അതാണ് ശരിക്കും വിഷമിക്കുന്നത്. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അഗെയിൻ സ്വാഗതം. ഈ കാലമായി ശരിക്കും പറഞ്ഞാല് വേറൊന്നുമല്ല, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ എനിക്ക് കണ്ടന്റ് കിട്ടുന്നുമില്ല, അതാണ് സത്യം ശരിക്കും പറഞ്ഞാല്. ഇപ്പൊ നമ്മൾ ഇന്ന് എന്നാ ചെയ്യാന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചാല്, ഇപ്പം ഞാൻ ഡോഡാഷും ഊബറും കൂടെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിന്നൊരു കുറച്ച് മണിക്കൂറുകൾ, അതായത് എങ്ങനെയുണ്ട് ഡോഡാഷ്, എങ്ങനെയുണ്ട് ഊബർ എന്നൊന്നും അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാല്, പക്ഷെ ഇതെങ്ങനെ ഉണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ മനസ്സിലായല്ലോ, ഞാനിതിപ്പോ ഇത് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പൊ ഞാൻ എന്നാന്ന് വിചാരിച്ചാൽ, ഇന്ന് പ്രത്യേകിച്ച് കണ്ടന്റോ അങ്ങനൊന്നും അല്ല. ശരിക്കും കുറച്ച് വീഡിയോസ്, അതായത് കുറച്ച് ഓർഡേഴ്സ് ചെയ്തിട്ട് അതെങ്ങനെ ഉണ്ട് കണ്ടന്റില് എന്ന് നോക്കാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ഓൾറെഡി 2 ഓർഡർ കഴിഞ്ഞു. അപ്പം ബാക്കി ഓർഡറുകളിലേക്ക് ഞാൻ പോവാണ്. ഇപ്പൊ എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇവിടുന്ന് നല്ല ദൂരമുണ്ട്, ഒരു 12 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ നമുക്ക് ഊബർ ആകെ തരുന്നത് $9. അതാണ് ശരിക്കും വിഷമിക്കുന്നത്. കാരണം ഇവർ പ്രൊമോഷൻസ് ഒക്കെ ഒത്തിരി തരും, പക്ഷെ നമുക്ക് കിട്ടുന്ന ഓർഡർ എന്ന് വെച്ചാൽ ഭയങ്കര കുറവായിരിക്കും. മേ ബി ഒരു 15 കിലോമീറ്റേഴ്സ് നമ്മൾ ഓടിക്കേണ്ടി വരും. അത് വൺ സൈഡ് മാത്രമാണ് കേട്ടോ. അത് നമുക്ക് ആകെ കിട്ടുന്ന ചിലപ്പോൾ $10-11 ആയിരിക്കും. പക്ഷെ അതിന്റെ കൂടെ നമുക്ക് അതായത് ഇതുകൂടെ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ ഇതേണ്ടേ, ഞാൻ ഓർഡർ പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കാണിക്കുന്നുണ്ടോ, 12 കിലോമീറ്റർ, സോറി ഇപ്പൊ 10 കിലോമീറ്റർ ആയി കേട്ടോ. ശരിക്കും 12 കിലോമീറ്റർ ആയിരുന്നു. ഇതിനാകെ കിട്ടുന്ന $9. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ഓൾറെഡി ഒരു 5 കിലോമീറ്റർ ഓടിച്ചു ഇത് പിക്ക് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഇനി 12 കിലോമീറ്റർ ഓടിക്കണം. 12 കിലോമീറ്റർ ഓടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ഈ 12 കിലോമീറ്റർ ഓടിച്ചിട്ട് പിന്നെ ഒരു എക്സ്ട്രാ ഓടിച്ചാലേ എനിക്ക് തിരിച്ച് എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഊബർ എന്താണ് നിങ്ങൾക്ക് പേ ചെയ്യുന്നത്? അതിൽ നല്ലത് ഞാൻ പറയാമല്ലോ, റെക്കമെൻഡ് ചെയ്യുന്നത് ഡോഡാഷ് ആണ്. ഡോഡാഷ് പക്ഷെ എപ്പോഴും തിരക്ക് കാണണമെന്നില്ല, അതാണ് മെയിൻ ഒരു വിഷയം. അതാണ് ഡോഡാഷ് തിരക്കുള്ളപ്പം നല്ല പൈസയാണ്. നല്ല പൈസ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പൈസ കിട്ടും. ഒരു 3 കിലോമീറ്ററിനൊക്കെ $9 ഒക്കെ കിട്ടും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 4 കിലോമീറ്റർ ഇനി പ്രൊമോഷൻ ഉണ്ടെങ്കിൽ ഒന്നും പറയണ്ട, രണ്ട് ഓർഡറിനൊക്കെ $20-22 വെച്ചാണ് കിട്ടുന്നത്. അത് അത്യാവശ്യം നല്ല ഗുഡ് മണിയാണ് ശരിക്കും. നമുക്ക് വർത്താണ് ഓടുന്നതും നമുക്ക് കിട്ടുന്നതും എല്ലാം മെച്ചമുണ്ട്. പക്ഷെ ഇത് എന്ന് വെച്ചാൽ അറിയാലോ, ഇത് ഭയങ്കര പാടാണ്. എന്നെ കാണത്തില്ല, എന്നെ നല്ല വെയിലാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ഇന്ന് നല്ല സണ്ണി ഡേ ആണ്. കഴിഞ്ഞ ദിവസം എല്ലാം മഴയും ഇരുണ്ടും മൂടിയൊക്കെ കിടക്കുമായിരുന്നു. ഞാൻ ഈ ഓർഡർ കൊണ്ട് കുദാമിലേക്കാണ് പോകുന്നത്, ഏതോ ഒരു കാട്ടിലേക്ക്. അതാണ് ഇതിൻ്റെ അകത്തെ പ്രശ്നം. പിന്നെ നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ കണ്ടങ്ങ് പോവാം, അതാണ് വേറൊരു കുഴപ്പം, വേറൊരു അഡ്വാൻറ്റേജ്. ഇനി ഇതിനിടയ്ക്ക് കങ്കാരു ഒക്കെ വന്ന് ചാടുവാണെങ്കിൽ കങ്കാരുവിനെ കാണാം. ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് റോഡിലൊന്നും വന്ന് ചാടിയല്ല, രാത്രിയിലാണ് ഉറപ്പായിട്ട് നമ്മുടെ കൂടെ കാണും. നമ്മുടെ ഈ സൈഡ് സീറ്റിൽ തന്നെ ഇരിക്കും പുള്ളിക്കാരൻ. അതുപോലത്തെ ഒരു ഇനമാണ് ഇവിടുത്തെ. അതൊക്കെയാണ് ഈ ഓസ്ട്രേലിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഞങ്ങൾ ഇത് വേറൊരു രസം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം മീനൊക്കെ മീൻ പിടിക്കാൻ പോയിട്ട് ഞങ്ങൾക്ക് ഒത്തിരി മീനൊന്നും കിട്ടിയില്ല. പക്ഷെ അതൊരു നല്ലൊരു വിനോദമാണ് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും ഞങ്ങൾക്ക് ആ കിട്ടിയ മീനെ കൊണ്ട് ഞങ്ങൾ വന്ന് കറി വെച്ച്, ശരിക്കും അത് അന്നല്ല പിറ്റേന്ന് കറി വെച്ച് നല്ല ടേസ്റ്റ് വരുന്നു, നല്ല മീൻ വരുന്നു. അപ്പൊ നമുക്കിനി ഒരു ദിവസം വ്ളോഗിങ് നമുക്ക് അവിടെ, അതായത് ഒരു ദിവസം ഫിഷ് ഹണ്ടിങ്ങിന് നമുക്ക് പോയേക്കാം. അതിനൊരു വ്ളോഗിങ് ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ഏതൊക്കെ മീനാണ് പിടിക്കേണ്ടത്, ഏതൊക്കെ മീനല്ല പിടിക്കേണ്ടത്, ഏതൊക്കെ മീനിനെ വീട്ടിൽ കൊണ്ടുപോകാം എന്നൊക്കെ മനസ്സിലാകാം. പിന്നെ നിങ്ങൾ അതായത് ഈ ഊബറും ഡോഡാഷും കൂടെ ഒരുമിച്ച് ചെയ്യുന്നവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അത് ഒരുമിച്ച് ഒരിക്കലും ചെയ്യരുത്. ഒന്നെങ്കിൽ ഊബർ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഡോഡാഷ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഡോഡാഷിൻ്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഊബറിൻ്റെ ഓർഡർ അക്സെപ്റ്റ് ചെയ്യരുത്. അതാകുമ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റിങ്ങിലൊന്നും ബാധിക്കുകയല്ലോ, അക്സെപ്റ്റ് ചെയ്താലും. വൺസ് ഡോഡാഷിൻ്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഊബറിൻ്റെ ഓർഡർ അക്സെപ്റ്റ് ചെയ്യരുത്. ഇനി അഥവാ ഊബറിൻ്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോഡാഷ് പോസ് ചെയ്ത് വെക്കുക. ഇതുണ്ടോ, ഞാൻ പോകുന്ന വഴിയുണ്ട്, അത് മൊത്തം 2 സൈഡും കാട് പോലത്തെ വഴിയാണ്. അങ്ങനത്തെ വഴി കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു രസമുണ്ട്, എന്നാ പറയുന്നേ, ഒരു രസമുണ്ട്. ഇതിലെന്തെങ്കിലും നമ്മൾ ഹാപ്പിനെസ് കണ്ടുപിടിക്കണമെന്നാണല്ലോ നമ്മുടെ പഴമക്കാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടു, ഞാനിതാണ്ട് ഇവിടെ ഡെസ്റ്റിനേഷനിലെത്തി. പക്ഷെ ഡെസ്റ്റിനേഷൻ കാണിക്കുന്നത് ഇവിടെ ഒന്നുമില്ല. എന്തൊരവസ്ഥയാന്ന് നോക്കി. ഇനി ഞാനത്, അവിടെ ഒരു വീടുണ്ട്, പക്ഷേ അതല്ല,
ഇനി ഞാൻ ഇതിനി എടുത്ത് ഈ അഡ്രസ്സ് എടുത്ത് ഗൂഗിളിൽ ഇട്ടിട്ട് വേണം അങ്ങോട്ട് പോകാൻ. എന്തൊരവസ്ഥയാണ്. വേണ്ടേ, പുള്ളി മെസ്സേജ് അയച്ചേക്കുന്നു, കീപ് ഡ്രൈവിങ്, ഞാൻ വെളിയിൽ കാണുമെന്ന്. എവിടെ വെളിയിൽ കാണുമെന്ന്? പുള്ളിക്ക് അറിയാം ഇവിടുത്തെ അഡ്രസ്സ് തെറ്റാന്ന്. എന്തൊരവസ്ഥയാണ്. ഡ്രോപ്പ് ഓഫ് ഓൺ ദ ലെഫ്റ്റ്. നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ പ്രശ്നം എന്ന് വെച്ചാൽ. പുതിയ വീടുകളൊക്കെ വരുന്ന കണ്ടോ. കാര്യം പുതിയൊരു എസ്റ്റേറ്റ് ആണ്, അതാണ് ഇതിൻ്റെ അകത്തെ പ്രശ്നം. അതാണ് ഇതിൻ്റെ അകത്തെ ഒരു പ്രശ്നം. നമുക്ക് നോക്കാം ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന്. ഇതുണ്ട്, വലിയ വീടൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം, സംഭവം കൊള്ളാം, സ്ഥലം കൊള്ളാം. കിട്ടി, കൊടുത്തു. അവസാനം ഞാൻ കൊടുത്തു. സാധനം കിട്ടി, ആളെ കിട്ടി. സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ച് സാധനം കൊടുത്തു. ഇനി നമുക്ക് അടുത്ത ഓർഡറിന് വേണ്ടി പോകാം. ഇനി ഞാൻ തിരിച്ചൊരു 15 കിലോമീറ്റർ 12 കിലോമീറ്റർ ഓടിക്കണം. എന്നാലേ എനിക്ക് ഇനി അവിടെ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതുവരെ ബൈ. അപ്പോൾ ഇതാണ്ട് നമുക്ക് അടുത്ത ഓർഡർ കിട്ടി. അടുത്ത ഓർഡർ കിട്ടിയത് കള്ളുകടയിൽ നിന്നാണ്. 1 കുപ്പി 1 ലിറ്റർ വോഡ്ക എത്തിക്കണം. അപ്പോൾ അത് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അത് നമുക്കത് കൊടുത്തിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പോൾ അത് കിട്ടി. ഇനി അടുത്തത് നമുക്ക് കിട്ടിയേക്കുന്നത് ഇവിടുത്തെ ഒരു ഗ്രോസറി കടയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഇനി അത് അവിടെ പോയി പിക്ക് ചെയ്യണം. അവിടെ പോയി നമ്മളൊന്നും ചെയ്യണം. നമ്മൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുക അവരെല്ലാം കൊണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ വണ്ടി റെഡിയാക്കി ഇടണം. അപ്പോഴത്തേന് ഇങ്ങനത്തെ സാധനം കൊണ്ട് ഇവിടെ വെക്കും. നമ്മളിതിൻ്റെ അകത്ത് നിറയ്ക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ 2 ഓർഡർ നമുക്ക് കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അത് ചെയ്തിട്ട് കാണാം. ഓക്കെ, നമ്മളിങ്ങനെ പിക്ക് ചെയ്തു. ഇനി ഇത് തിരിച്ച് നമ്മൾ ഡെലിവറിക്ക് പോവാണ്. ഓക്കെ, ഇനി ഇവിടുന്ന് നമുക്കൊരു 3 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. ഒരു രക്ഷയില്ല. ഇന്ന് ഭയങ്കര സ്ലോ ഡേ ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്ന ഒട്ടും പൈസ ഇല്ലാത്തൊരു ദിവസമാണ്. നമ്മൾ വിചാരിച്ച അത്രയും പോലും പൈസ ഡോഡാഷ് ചെയ്ത് കിട്ടുന്നില്ല. നിർത്തിയാലോ എന്ന് ആലോചിക്കുക. കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് പിന്നെ എങ്ങാനും വരാം. ഒടുക്കത്തെ തിരക്കാ റോഡിലൊക്കെ ഉണ്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതേണ്ട ഫ്യൂൽ ലോ ആയി. ഇനി ഞാൻ അതടിക്കാൻ പോകണം. എന്തായാലും രാത്രിയിലേ അടിക്കുന്നുള്ളൂ. ഇതുണ്ടോ എന്നാ തിരക്കാന്ന് നോക്കിയ റോഡിൽ. ഇതിൻ്റെ അകത്തോടെ ഓടിച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്ത് വന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഗായ്സ് ഇത് നേരം ഇരുട്ടി തുടങ്ങി. എനിക്ക് നിങ്ങളോട് മൊത്തത്തിലൊന്നും പറയാൻ പറ്റിയില്ല. നമുക്ക് ഇനിയും വരും വീഡിയോസിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ടും കുറച്ച് സബ്ജക്റ്റോട് കൂടി എല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ സോറി, നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീണ്ടും നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഹർവേബേന്ന് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതുവരെ സ്റ്റേ ട്യൂൺഡ്. അപ്പം എല്ലാവരും ടേക്ക് കെയർ, ബൈ, സീ യു.